ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ സമരക്കാരുടെ ഭാഗത്തു നിന്ന് സമാധാനപരമായ സമീപനമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് നേതൃത്വം സമരം സമാധാനമാക്കാൻ വേണ്ടി പരമാവധി സഹകരിച്ചിട്ടുണ്ട്. കേന്ദ്ര പോലീസിനെ ഉപയോഗിക്കാതെ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാന പോലീസിന് സാധിച്ചു. ചില സ്ഥലങ്ങളിൽ പോലീസിന് നേരെ പ്രകോപനം ഉണ്ടായിട്ടും അങ്ങേയറ്റത്തെ ആത്മസംയമനത്തോടു കൂടിയാണ് പോലീസ് പ്രവർത്തിച്ചത്. അതിന് ഞാൻ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. യാത്രാ സൗകര്യങ്ങൾ വേണ്ടത്ര ഇല്ലായിരുന്നിട്ടും ചില ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണെങ്കിലും സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഏറ്റവും നല്ല ഹാജർ നില 66.67% ആളുകൾ ഹാജരായി. അവരെയും ഞാൻ പ്രത്യേകമായിട്ട് ജനാധിപത്യ സമരങ്ങളോട്, ജനാധിപത്യ ശൈലിയിലുള്ള പ്രതിഷേധങ്ങളോട് ഈ ഗവൺമെൻറ് എന്നും കാണിച്ചിട്ടുള്ളൊരു സമീപനമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ 2 മാസം വളരെയേറെ സമരങ്ങൾ നടന്നിട്ടുണ്ട്, രാപകൽ സമരം അടക്കം. കാരണം ജനാധിപത്യത്തിൽ ആർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്, സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായൊരു കടമ നിയമവാഴ്ച ഉറപ്പുവരുത്തുക. അപ്പം അതിനെ വെല്ലുവിളിക്കുന്ന അവസരം വരുമ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ കടമ നിറവേറ്റേണ്ടി വരുന്നത്. അപ്പം സെക്രട്ടേറിയറ്റിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി സ്തംഭിപ്പിക്കും, ഒരാളെയും കയറ്റിവിടില്ല എന്നൊക്കെ വരുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ഉണ്ടാകുന്നത്. അത് ഒരു ഗവൺമെൻറ്റിന് അതിന് മൂകസാക്ഷിയാകാൻ സാധ്യമല്ല. ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര പോലീസിൻ്റെ സഹായം തേടേണ്ടി വന്നത്. അത് സമാധാനപരമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വ്യക്തമാക്കി അത് പൂർണ്ണമായിട്ട് പാലിക്കാനും സാധിച്ചു. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു പ്രയാസം ഗവൺമെൻറ്റിനുണ്ട്. ഇന്നലെ തന്നെ ഞങ്ങൾ എഴുതി കൊടുത്തിരുന്നു. സ്വാതന്ത്ര്യദിന പരേഡിൻ്റെ റിഹേഴ്സൽ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നടത്തേണ്ടത്. അത് നടത്തുന്നതിന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അതിനുള്ള NCCയിലെ അംഗങ്ങളടക്കമുള്ളവരെ അതിന് കയറ്റിവിട്ടില്ല. അതുകൊണ്ട് റിഹേഴ്സൽ നടത്തേണ്ട വിധത്തിൽ നടത്താൻ സാധിച്ചിട്ടില്ല. അതിനുകൂടി അവർ തയ്യാറാകേണ്ടതായിരുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ ഇന്നലെ അത് രേഖാമൂലം തന്നെ കൊടുത്തിരുന്നു. 3 ദിവസത്തെ റിഹേഴ്സലാണ് വേണ്ടിയിരുന്നത്. അതിലൊരു ദിവസം നഷ്ടപ്പെട്ടു. ഇനി 2 ദിവസത്തെ ആണ് നാളെയും മറ്റന്നാളും. ആ ദിവസങ്ങളിലൂടി റിഹേഴ്സൽ ശരിയായ വിധത്തിൽ നടത്താൻ പറ്റുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യദിന പരേഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടത്താൻ സാധിക്കത്തില്ല. സ്വാതന്ത്ര്യദിന പരേഡിൻ്റെ റിഹേഴ്സൽ ഏറ്റവും നല്ല രീതിയിൽ നടത്താനും സ്വാതന്ത്ര്യദിന പരേഡ് 15-ാം തീയതി ഏറ്റവും വിജയകരമായി നടത്തിക്കാനും വേണ്ടി അടുത്ത 2 ദിവസം സെക്രട്ടേറിയറ്റിന് അവധി കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ഇന്നലെ കൊടുത്ത കത്തിനകത്ത് ഇത് പ്രത്യേകം കാണിച്ചിരുന്നു. ഇതിന് തടസ്സം ഉണ്ടാക്കരുത്. കാരണം ഈ ഉപരോധം നടത്തുമ്പോൾ തന്നെ ഇതിന് തടസ്സം കൂടാതിരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായില്ല. ഈ കുട്ടികളെ അകത്തോട്ട് കടത്തിവിട്ടില്ല, നടന്നില്ല. ഇനി അത് വീണ്ടും ആവർത്തിച്ച് നമുക്ക് റിഹേഴ്സൽ നടക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതെ പോയാൽ അത് സ്വാതന്ത്ര്യദിന പരേഡിനെയും ബാധിക്കും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. ഗവൺമെൻറ് ഈ പ്രശ്നം സംബന്ധിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, നിയമസഭയിൽ പറഞ്ഞതും പുറത്തു പറഞ്ഞതും, കേസ് അന്വേഷണം പൂർത്തിയാകണം. കേസ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അത് സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമോ പരാതിയോ നിർദ്ദേശമോ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കാൻ, അത് കേൾക്കാൻ, പരിഗണിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ്. ഒരു തുറന്ന മനസ്സോടുകൂടി സമീപിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ 2 കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. ബാക്കി 5 കേസ്, 7 കേസാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ഇത് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. 5 കേസിൻ്റെ ചാർജ് ഷീറ്റ് ഈ വെള്ളിയാഴ്ചക്കകം, ഈ ആഴ്ച തന്നെ കൊടുക്കും. ഈ സാഹചര്യത്തിൽ
പ്രതിപക്ഷത്തിന് ഇത് സംബന്ധിച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിന് ഗവൺമെൻറ് ഒരു തുറന്ന മനസ്സാണുള്ളത്. പക്ഷേ അവർ തന്നെ ചർച്ചയില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും ഞങ്ങൾക്കത് പറയാൻ സാധിക്കില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ മാറ്റമില്ല. ഗവൺമെൻറ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു എന്ന് വ്യക്തമാക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു ഫോട്ടോ, ഞാനുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോ ഇന്നലെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പുതുമയുള്ള കാര്യമല്ല. നേരത്തെ തന്നെ ഈ പ്രശ്നം ഞാൻ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞതാണ്. കാരണം ഇത് സംബന്ധിച്ച് എനിക്ക് ഒരു വ്യക്തതയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രശ്നമുണ്ടായി, ഈ കേസിലെ പ്രതിയായ ഈ സരിത എസ് നായരെ അറസ്റ്റ് ചെയ്ത ആ ഫോട്ടോ വന്നു കഴിഞ്ഞപ്പോൾ കടപ്ലാമറ്റത്തിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രവർത്തകർ പറഞ്ഞു, അവിടെ ഞാൻ പങ്കെടുത്ത ഒരു യോഗത്തിൽ ഇവരുണ്ടായിരുന്നു. ഇവർ ആ സമയത്ത് ADBയുടെയോ ഏതോ പ്രതിനിധിയായിട്ടായിരുന്നു ആ യോഗത്തിൽ ഇതുണ്ടായിരുന്നത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ കാര്യം, എനിക്ക് എൻ്റെ ഓർമ്മ വരുന്നില്ല, കാരണം പിന്നെ ഏതാണ്ട് 1.5 കൊല്ലം മുമ്പത്തെ സംഭവമാണ്. പക്ഷേ ഞാൻ വീണ്ടും വെരിഫൈ ചെയ്തപ്പോൾ അവരത് പൂർണ്ണമായും ഉറപ്പിച്ചു പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെ വന്നു, എന്തിനു വന്നു എന്നെനിക്കറിയില്ല. പക്ഷേ ഇവർ പറയുന്നത് അത് അവർ ഒരു ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയിൽ ADBയുടെ പ്രതിനിധിയോ PRDയുടെ പ്രതിനിധിയോ അതോ ആയിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. ഞാനത് ജൂലൈ 13-ാം തീയതി കോഴിക്കോട് ടാഗോർ സെൻറ്റിനറി ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിൽ ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തു. എനിക്ക് വ്യക്തമായ ഓർമ്മയില്ലെങ്കിലും എൻ്റെ സഹപ്രവർത്തകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തതയോടുകൂടി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. പക്ഷേ ഇങ്ങനെ ചില പ്രശ്നങ്ങളും ഉണ്ട് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു. അത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത് വരികയും ചെയ്തിരുന്നു. രണ്ടാമതൊരു കാര്യം, ശ്രീ പിണറായി വിജയൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ശ്രീ സലീം രാജിന് വേണ്ടി എന്തിന് AG ഹാജരായി? അപ്പോൾ ഈ പ്രശ്നത്തിലെ ആരംഭം മുതൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞ് പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ കേസിൽ സലീം രാജിന് വേണ്ടി AG ഹാജരായില്ല. സലീം രാജിന് വേണ്ടി AG എങ്ങനെയാണ് ഹാജരാകുന്നത്? AGക്ക് ഹാജരാകാൻ സാധിക്കുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയേ ഉള്ളൂ. അത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അറിഞ്ഞുകൂടെ? ശ്രീ പിണറായി വിജയൻ അറിഞ്ഞുകൂടെ? AG ഈ കേസിൽ ഹാജരായത് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് വേണ്ടി, വിജിലൻസ് ഡയറക്ടർക്ക് വേണ്ടി, ഈ 2 പേർക്ക് വേണ്ടിയാണ് ഹാജരായത്. കാരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു ഓർഡർ വന്ന ഡയറക്ഷൻ DGPക്കും വിജിലൻസ് ഡയറക്ടർക്കുമാണ്. അവർക്ക് നടപ്പിലാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ഒരു ഓർഡറാണ് സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായത്. കോടതിയെ ബോധ്യപ്പെടുത്താനാണ് AG ഡിവിഷൻ ബെഞ്ചിൽ അത് സംബന്ധിച്ച് അപ്പീൽ കൊടുത്തത്. ഡിവിഷൻ ബെഞ്ചിന് അത് ബോധ്യപ്പെട്ടു. ഡിവിഷൻ ബെഞ്ച് ആ വാദം അംഗീകരിച്ചു. ഡിവിഷൻ ബെഞ്ച് ആ ഉത്തരവ് സ്റ്റേ ചെയ്തു. ഇതിനകത്തെ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയല്ല, DGPക്കും വിജിലൻസ് ഡയറക്ടർക്കും നടപ്പിലാക്കാൻ പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ള ഉത്തരവ് അതിന് സ്റ്റേക്ക് വേണ്ടിയാണ്. കോടതി അംഗീകരിച്ചതും കോടതി പറഞ്ഞതും ഒന്നും പ്രശ്നമല്ല. ഒരു കേസിലെ ആ പ്രതികളുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി ഹാജരായി എന്നാണ് ആക്ഷേപം. അത് ശരിയല്ല. തെളിവുകൾ നോക്കിയാൽ, റെക്കോർഡ് നോക്കിയാൽ ആർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്. സ്വാതന്ത്ര്യ ദിനം ഭംഗിയായിട്ട് നടത്തേണ്ടത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരാവശ്യമാണ്. പക്ഷേ നേതൃത്വം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നേതൃത്വം അറിഞ്ഞോ അറിയാതെയോ ഏതായിരുന്നാലും അത് നടന്നില്ല. ഇനി നമുക്കധികം സമയമില്ല. 1 ദിവസം നഷ്ടപ്പെട്ടു. 3 ദിവസമാണ് റിഹേഴ്സൽ. ഇപ്പം നടക്കാതെ വന്നത് സെക്രട്ടേറിയറ്റിലേക്കുള്ള ജീവനക്കാരെ തടയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ NCC കുട്ടികൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റാതെ പോയത്. അപ്പോൾ ആ സാഹചര്യം വരുന്നില്ലല്ലോ. അത് നിങ്ങൾ ഒരിക്കലും വറി ചെയ്യേണ്ട. നാളെ നടന്നിരിക്കും. ഏതു വിധത്തിലുള്ള അന്വേഷണത്തിനും ഗവൺമെൻറ് തയ്യാറാണ്. ഇന്ന് രാവിലെയും ഞാനത് ആവർത്തിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ നേരത്തെ തൊട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞത് കേട്ടതാണ്, പുറത്ത് ഞാൻ പറഞ്ഞത് കേട്ടതാണ്.
എല്ലാം പറഞ്ഞിട്ടുള്ള ഇതാണ്. ഗവൺമെൻറ്റിന് ഇതിനകത്തൊന്നും മറച്ചു വെക്കാനില്ല. പക്ഷേ ഒരു കാര്യം നിർബന്ധം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ പൂർത്തിയാക്കുക. ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കണം. കാരണം നമുക്കൊരു അനുഭവമുണ്ട്. 2006 തൊട്ട് തുടങ്ങിയ ഒരു തട്ടിപ്പാണ്. 2011 വരെ 13 കേസുകൾ വന്നു. ആ കേസുകളുടെ ഒരു കേസിൻ്റെ കാര്യത്തിലും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. കാരണം അറസ്റ്റ് ചെയ്തതാണ്, പക്ഷേ ചാർജ് ഷീറ്റ് കൊടുക്കാതിരുന്നുകൊണ്ട് അവർ ജാമ്യത്തിൽ പോയി. പിന്നെ അത് ആരും നോക്കിയില്ല. ഇപ്പം അത് വീണ്ടും വന്നിരിക്കുക. ഇതും അതുപോലെ തന്നെ വീണ്ടും ഒരു ആവർത്തനം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അന്വേഷണം ഇതാക്കണമെന്ന് വെച്ചു. അത് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയാകുന്നു. അതുകൊണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പാകമായിരിക്കുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 13-14 കേസുകളാണ്, 14 കേസുകളാണ്. ഇപ്പം 33 കേസുകളാണ്. ഈ 33 കേസുകളിൽ ഇപ്പം ഗവൺമെൻറ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൂടുതൽ ഇതോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകൾ 7 കേസുകളാണ്. ആ 7ൻ്റെയും ചാർജ് ഷീറ്റ് കൊടുക്കുകയാണ് ഈ ആഴ്ച. പിന്നെ ഞാൻ ഈ ജനസമ്പർക്ക പരിപാടിയിലൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ ഏത് രീതിയിലാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നതെന്നുള്ളത് നിങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ. എനിക്കതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുറ്റബോധവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എല്ലാവരുമായിട്ട് ഫ്രീ ആയിട്ടാണ് ഇടപെടുന്നത് കാര്യങ്ങൾ. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഓർമ്മ ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ സഹപ്രവർത്തകരാണ് ഈ കാര്യം എന്നോട് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കോഴിക്കോട്ട് അത് വ്യക്തമാക്കിയത്. വളരെ നിർഭാഗ്യകരമായ സംഭവമായി പോയി. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സംഭവമാണ്. അതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഉണ്ണിത്താനെ പോലുള്ള ഒരു നേതാവിനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊരു കടന്നാക്രമണം നടത്തിയത് വളരെ തെറ്റായിപ്പോയി. അത് എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെ ന്യായീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം, ബാധ്യത നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയാണ്. പക്ഷേ അതല്ലാതെ ജനങ്ങളെ അടിച്ചമർത്താനോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. അത് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും വന്നു കഴിഞ്ഞപ്പം ഗവൺമെൻറ്റിന് ഒരു കരുതൽ നടപടി സ്വീകരിക്കേണ്ടി വന്നു. അതുതന്നെ സമാധാനപരമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ വ്യക്തമാക്കി, ഈ സേനയുടെ സാന്നിധ്യമേ ഉണ്ടാകത്തുള്ളൂ, അവരുടെ സേവനം ഉണ്ടാവില്ല എന്ന് ഞാൻ വ്യക്തമാക്കി. അതല്ല നടന്നത്. ഇന്ന് കണ്ടില്ലേ, പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്നുള്ളത് കണ്ടില്ലേ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ നിലപാട് വ്യക്തമാക്കുക. സമരം അനിശ്ചിതമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതല്ല ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. ഒരു ദിവസം നേരത്തെ തീർക്കാമെങ്കിൽ തീർക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. അതിന് ഗവൺമെൻറ്റിന് എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോകാൻ ഗവൺമെൻറ് തയ്യാറുമാണ്. നോ, ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. What about today's attitude of the government? Is there any complaint for the LDF? How to face this agitation today by the government? See, we very well declare our policy. Peaceful agitation, there will be no interference, even from the Kerala police. But if there is a breakdown, so the government's duty to avoid such a situation. Have you any experience during the Hartal days? Is it correct? This is a democratic setup. The people have some rights. Sometimes they may violate the other people's rights, but that is different from the breakdown of the system. No democratic government can allow the breakdown of the whole system. That's all. ഇത് വിലയിരുത്തേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്. ജനങ്ങളെ ആ കാര്യം അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. എന്താണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം. ഇന്നിപ്പം പഴയ സിസ്റ്റമൊന്നുമല്ല, അതാത് സമയത്തറിയാം. ഇവിടെ 66.67% ആളുകൾ ജോലിക്ക് ഹാജരായി. ഓർഡിനറി ഡേയ്സിലെ അറ്റൻഡൻസ് എന്ന് പറയുന്നത് 80-81 ആണ് ആവറേജ്. സെക്രട്ടേറിയറ്റ് പ്രവർത്തിച്ചു, ക്യാബിനറ്റ് കൂടി, മുഴുവൻ സെക്രട്ടറിമാരും സ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ സെക്രട്ടറിമാരും വന്നു. അവരൊക്കെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്ത് നടത്തി. പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ട്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. അതിന് ഒരു സാക്ഷിയാകാൻ എനിക്ക് സാധിച്ചില്ല എന്ന പ്രയാസമുണ്ട്. ഇന്ത്യയുടെ തന്നെ ഒരു അഭിമാനമാണ് സ്വന്തമായി ഒരു വിമാനവാഹിനി കപ്പൽ
ഇന്ത്യക്ക് ഉണ്ടാകുക. ലോകത്തിലെ 6ാമത്തെ രാജ്യം അത് കേരളത്തിലാണ് ആ വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കി എന്ന് പറയുന്നത്. ഇത് ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാം, ഓരോ കേരളീയനും ആ അഭിമാനം 10 ഇരട്ടിയാണ്. ശ്രീ AK ആൻ്റണി വന്ന് വെള്ളത്തിലിറക്കുന്ന അവസരം കേന്ദ്ര മന്ത്രിമാർ ശ്രീ വാസനും മറ്റ് മന്ത്രിമാരും ഇന്ത്യൻ നേവി എല്ലാം ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ആ അവസരം അതിൽ പോകാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു നമ്മുടെ ഖത്തറിൽ നിന്ന് LNG വാതകം കൊള്ളുന്ന കപ്പൽ നമ്മുടെ തീരത്ത് വന്നിരിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ വികസന രംഗത്ത് വലിയ അത്ഭുതങ്ങളെന്ന് ഞാൻ പറയും. ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒന്നാണ് ഈ LNG ടെർമിനലും അതിൻ്റെ പ്രവർത്തനങ്ങളും. ഇപ്പം എറണാകുളത്തെ ഈ വാതകം എത്തിക്കുന്നതിനുള്ള പൈപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. പല വ്യവസായ സ്ഥാപനങ്ങൾക്കും വില കുറഞ്ഞ ഈ ഗ്യാസ് അതിൻ്റെ റോ മെറ്റീരിയൽസായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറയുക, നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനത്തിന് അത് വളരെയധികം സഹായകരമാകുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പോലെ കൊച്ചിയിലും വീടുകളിൽ ലഭ്യമാകുന്ന സാഹചര്യം വരിക. ഈ കേരളത്തിലൊട്ടാകെ ഈ പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി നമ്മൾ ശ്രമങ്ങൾ നടത്തുമ്പോൾ പല വിധത്തിലുള്ള എതിർപ്പുകളാണ്. ഇത് ഭൂമിക്കടിയിൽ കുഴിച്ചിടുന്ന ബോംബാണെന്നാണ് പലരും പറയുന്നത്. അനുവദിക്കുന്നില്ല. നമുക്കിത് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകണം, നമുക്ക് പാലക്കാട് വഴി ബാംഗ്ലൂർക്ക് കൊണ്ടുപോകണം, നമുക്ക് കായംകുളത്ത് NTPCയിലെത്തണം. ഈ 3 സ്ഥലത്തേക്ക് നമുക്ക് പൈപ്പ് ഇടണം. പലയിടത്തും എതിർപ്പാണ്. 8 പ്രാവശ്യം ഇതിനു വേണ്ടി കോൺഫറൻസ് വിളിച്ചു കൂട്ടി. MLA മാരുമായിട്ട് കൂടും, MP മാർ, മറ്റ് സംഘടനകളൊക്കെ കൂടും. എല്ലാവരും സഹകരിക്കണമെന്നുണ്ട്, പക്ഷേ വലിയ എതിർപ്പാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ എതിർപ്പ് മാറണമെങ്കിൽ എറണാകുളത്ത് ഇപ്പം നമ്മൾ 42 കിലോമീറ്ററിൽ ഈ പൈപ്പ് ഇട്ട് കഴിഞ്ഞു. അവിടെ ഒരു പ്രശ്നവുമില്ല. അവിടെ ഈ ഗ്യാസ് വിതരണം ചെയ്ത് അവിടെ ഗാർഹിക ഉപയോഗത്തിന് വേണ്ടി ഗ്യാസ് കിട്ടുകയും വ്യവസായ ആവശ്യത്തിന് വേണ്ടി ഇത് വിനിയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് നല്ലതാണ്, ഇത് ബോംബൊന്നും അല്ല, നാടിന് പ്രയോജനം ചെയ്യുന്നതാണെന്ന് ആളുകൾക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തിയാൽ നമുക്ക് ഇന്നത്തെ എതിർപ്പുകൾ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എറണാകുളത്ത് ഇത് പ്രായോഗിക തലത്തിൽ വന്നതിന് ശേഷമായിരിക്കും ഇത് കേരളത്തിന് പ്രയോജനം ചെയ്യുന്നെന്ന് വരും. അപ്പം അതും ഒരു യാഥാർത്ഥ്യമാകുന്ന ഒരു നല്ല ദിവസം അതിന് സാക്ഷിയാകാൻ സാധിച്ചില്ല എന്നുള്ളൊരു ദുഃഖമുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ.